അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലി കുല്ലിൻ വസ്സുഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറെ ആദരിക്കേണ്ട, കരുതലോടെ ഉപയോഗപ്പെടുത്തേണ്ട പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ സുന്ദരമായ ദിനരാത്രങ്ങളാണ് നമ്മൾ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. പരിശുദ്ധമായ റമളാൻ മാസത്തിനു ശേഷം നോമ്പ് 30 ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ നോമ്പിനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹുവിൻ്റെ മാസമെന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. അള്ളാഹു അവനിലേക്ക് ചേർത്തു പറയുന്ന ഏതൊരു കാര്യത്തിൻ്റെയും മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത അളന്നു തീർക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമേ അല്ല. അത്രത്തോളം വലിയ മഹത്വമുള്ള പരിശുദ്ധമായ മുഹറം മാസമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നോമ്പനുഷ്ഠിക്കാൻ റമളാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധമായ മുഹറമാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ഭുതങ്ങളുടെ കലവറയാണ് പരിശുദ്ധമായ മുഹറം. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാനോ വർണ്ണിച്ചു തീർക്കാനോ എഴുതി തീർക്കാനോ പാടി തീർക്കാനോ സാധ്യമല്ല. അത്രത്തോളം പാരാപാരം പോലെ നീണ്ടുകിടക്കുകയാണ് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ മഹത്വങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് ആകാശത്തെ പടച്ചത്. നമുക്കറിയാം, സപ്താകാശം, 7 ആകാശങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യാധിപന്മാരും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഈ ആകാശത്തെ അള്ളാഹു സൃഷ്ടിച്ചത് പരിശുദ്ധമായ മുഹറത്തിലാണ് എന്ന് കാണാം. അതുപോലെ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് എന്ന് നമുക്ക് കാണാം. സ്വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചത് പരിശുദ്ധമായ മുഹറത്തിലാണ്. നരകത്തെ അള്ളാഹു സൃഷ്ടിച്ചത് പരിശുദ്ധമായ മുഹറത്തിലാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ അർശിനെ റബ്ബ് സൃഷ്ടിച്ചത് പരിശുദ്ധമായ മുഹറത്തിലാണ്. ലൗഹിനെ, കലമിനെ, കുർസീനെ, എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണെന്ന് കാണാം. അതുപോലെ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കിയതും പരിശുദ്ധമായ മുഹറത്തിലാണ് എന്ന് കാണാം. നമുക്കറിയാം, പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ് മുഹറം 10. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് എന്ന് ചരിത്രത്തിൻ്റെ തങ്കത്താളുകൾ പരുതുമ്പോൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാപം നമുക്കറിയാം. അതിനെക്കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യുന്നില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ച് ആദം നബി അള്ളാഹു നെഞ്ചോട് ചേർത്തത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത് പരിശുദ്ധമായ മുഹറത്തിലാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിലേക്ക് ജീവനോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിച്ചത് പരിശുദ്ധമായ മുഹറം 10-നാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊടും ഭീകരനായ നമ്രൂദിൻ്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തിയത് പരിശുദ്ധമായ മുഹറം 10-നാണ്. യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പുത്രനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർത്ത് കരഞ്ഞ് അവിടുത്തെ കാഴ്ച, 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ട് ആ കാഴ്ചയെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുത്തത് പരിശുദ്ധമായ മുഹറത്തിലാണ്. അതേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിൽ മോചിതനായതും അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിലിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടയ്ക്കപ്പെട്ടു. ആ യൂസുഫ് നബിയെ അള്ളാഹു
ജയിൽ മോചിതനാക്കിയതും അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് അള്ളാഹു ആനയിച്ചതും പരിശുദ്ധമായ മുഹറം 10-നാണ്. അതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാം ഭീകരമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം അള്ളാഹു ഭേദപ്പെടുത്തി ശിവയാക്കി കൊടുത്തത് പരിശുദ്ധമായ മുഹറം 10-ലാണ്. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടിട്ട് ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അങ്ങനെ ധാരാളം അത്ഭുതങ്ങളുടെ കലവറയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മുഹറം മാസം. ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിൻ്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഫലം നമുക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ 1 മുതൽ 10 വരെ എന്നല്ല 30 ദിവസവും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതിൻ്റെ പവിത്രത എത്ര പറഞ്ഞാലും നമുക്ക് തീരുകയില്ല. നമ്മളെ ബാധിച്ചിരിക്കുന്ന ഹമ്മ്, ഓമ്മ്, മനക്ലേശങ്ങൾ, അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാത്തിനും പരിഹാരമാണ് ഈ മഹത്തായ ദിക്ർ എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മുത്തു റസൂലുള്ള പറയുന്നുണ്ട്, എൻ്റെ റബ്ബ് എനിക്കൊരു നിധി തന്നിട്ടുണ്ട്, വല്ലാത്ത അജായിബുകൾ, അത്ഭുതങ്ങൾ നിറഞ്ഞ നിധിയാണ് എൻ്റെ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നല്ല മുത്തു റസൂലുള്ള പറയുകയാണ്. എൻ്റെ സഹോദരനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യ വയറ്റിൽ നിന്ന് പടച്ച റബ്ബ് ആ മത്സ്യ വയറ്റിൻ്റെ ഇരുളുകളിൽ നിന്ന്, കടലിൻ്റെ ഇരുളുകളിൽ നിന്ന് മഹാനായ എൻ്റെ സഹോദരനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്താനുള്ള ഏക കാരണം ഈ മഹത്തായ ദിക്റാണ്. ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന മഹത്തായ ദിക്റാണ് എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് ഏത് ഹമ്മിൽ നിന്നും മനക്ലേശത്തിൽ നിന്നും നമ്മൾ അകപ്പെട്ടു പോയ കുടുക്കുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന മഹത്തായ ദിക്ർ ധാരാളം ചൊല്ലണം. മുഹറത്തിൽ ധാരാളം ചൊല്ലണം, അതിനുശേഷവും ധാരാളം ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ട 2 ആയത്തുകളുണ്ട്. സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത് വല്ലാത്ത അത്ഭുതങ്ങളാണ്. ധാരാളം ആ ആയത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മി ഓതണ്ട. സൂറത്ത് തൗബയായതുകൊണ്ട് ബിസ്മി ഓതണ്ട. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ 2 ആയത്തോടു കൂടിയാണ് സൂറത്ത് തൗബ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ 2 ആയത്ത് ഇറങ്ങിയത്, അള്ളാഹു അവതരിപ്പിച്ചത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ 9ാമത്തെ ദിവസം അറഫയിൽ വെച്ചിട്ട് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിറക്കി പരിശുദ്ധ ഇസ്ലാമിനെ ഇന്നത്തെ ഈ ദിവസം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സന്ദേശം കൊടുത്തതിന് ശേഷം പിന്നീട് ഇറങ്ങിയ ആയത്താണ്, ഈ മുഹറം മാസത്തിൽ ഇറങ്ങിയ ആയത്താണ് ഈ 2 ആയത്ത്. അതുകൊണ്ട് വലിയ മഹത്വമാണ്. ഇത് ഓതുന്ന പക്ഷം അന്നത്തെ ദിവസം ഇത് പ്രഭാതത്തിൽ ഓതിയാൽ പ്രദോഷം വരെ മരിക്കുകയില്ല.
മരിക്കുകയില്ല, പ്രദോഷത്തിൽ ഓതിയാൽ പിറ്റേന്ന് പ്രഭാതം വരെ മരിക്കുകയില്ല എന്ന് പോലും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കമ്പയറേക്കില്ല, സിഹ്റേക്കില്ല, അസ്വസ്ഥതകളേക്കില്ല, അതുപോലെ ചതിയിൽ പെടില്ല എന്നൊക്കെ മഹാന്മാർ നമുക്ക് ഈ ആയത്തിന്റെ ഫളായിലായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഇറങ്ങി ഏകദേശം പിന്നീട് 2 മാസം കഴിഞ്ഞ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അതുകൊണ്ട് ഈ 2 ആയത്തുകൾ നിത്യമായി എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും 7 പ്രാവശ്യം ഓതിയാൽ അതിലൂടെ ലഭിക്കുന്ന നേട്ടം ചെറുതൊന്നുമല്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തി ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന എല്ലാ ഖൈറുകളും നമുക്കും വേണ്ടപ്പെട്ടവർക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.